ഹായ് ഫ്രണ്ട്സ്, ജയ്പൂർ യാത്രയിൽ കണ്ട മറ്റൊരു അത്ഭുതമായിരുന്നു കേട്ടോ. പന്ന മീനാക്ക ഖുണ്ട്, അതായത് സ്റ്റെപ്പ് വെല്ല്. ഒരു സിമട്രിക്കൽ ആകൃതിയിലായിരുന്നു ഓരോ സ്റ്റെപ്സും പണിതിരുന്നത്. നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ പടിക്കിണറെന്ന് പറയും. ഇന്ത്യയിലെ ഒട്ടാകെ ഒരു 2000ഓളം പടിക്കിണറുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ തന്നെ ഒരു 100 ഈ രാജസ്ഥാൻ ഭാഗത്തുണ്ട് എന്ന്. അത് ഏകദേശം നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 16-ാം നൂറ്റാണ്ട് 15-ാം നൂറ്റാണ്ടിലൊക്കെ പണിതതൊക്കെയാണ്. അപ്പം അത്രയും പഴക്കമുണ്ട് കേട്ടോ. കാണാൻ തന്നെ ഭയങ്കര മനോഹരമാണ് ഓരോ സ്റ്റെപ്സ് ഇങ്ങനെ പണിതിട്ടേക്കണത് കാണാനായിട്ട്. അപ്പോൾ ഇത് ഓരോ സ്ഥലത്തും ഓരോ പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഡൽഹിയിൽ ഇത് ബാവോലി എന്നും പിന്നെ ഗുജറാത്തിൽ വാവ് എന്നൊക്കെയാണ് ഈ സ്റ്റെപ്പ് വെൽസിനെ അറിയപ്പെടുന്നത്. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഇത് യൂസ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ വെള്ളം വേനൽക്കാലത്ത് വെള്ളം താഴുമായിരുന്നു. അപ്പോൾ ആ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് പമ്പ് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ കോരിയെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ താഴ്ത്തിയിൽ സ്റ്റെപ്സൊക്കെ പണിതിരുന്നു എന്നാണ് നമ്മുടെ ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് കേട്ടോ. പിന്നെ അന്നത്തെ കാലത്ത് ആളുകൾ കഠിന വേനലിൽ നിന്ന് ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അരികത്ത് ഈ സ്റ്റെപ്സിലൊക്കെ വന്ന് ഇരിക്കുമായിരുന്നു എന്നാണ് പറയണത്. പിന്നെ പ്രധാന ജലസ്രോതസ്സായിരുന്നു ആ ഏരിയയിലെ ഇതുപോലെയുള്ള പടിക്കിണറുകൾ. അപ്പോൾ ഏകദേശം ഒരു 1800 പടികൾ സ്റ്റെപ്സ് ഉണ്ടെന്നാണ് അവിടെ പറയണത്. അത് ഈ ഈ ആഴത്തിലുള്ള ഈ കുളത്തിൽ നമുക്ക് താഴോട്ടൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. ആദ്യത്തെ ആ സ്റ്റെപ്സിലൊക്കെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ അലൗ ചെയ്യും കേട്ടോ. അപ്പം ഞങ്ങൾ അവിടേക്ക് ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ശരിക്കും ഇതിൻ്റെ പിന്നിൽ ഇതിന് ഈ പന്ന മീന എന്നുള്ള പേര് വരാനായിട്ട് പല സ്റ്റോറീസും ഇവർ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു സ്റ്റോറി എന്ന് വെച്ചാൽ രാജസ്ഥാൻ ഭരിച്ചിരുന്നത് ഈ രജപുത്രരായിരുന്നല്ലോ. അപ്പോൾ അവരുടെ കാലത്തിന് മുന്നേ മീന വംശജർ ഭരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മീന വംശജർ ഭരണാധികാരികൾ ആയുധങ്ങൾ എപ്പോഴും കരുതിയിരുന്നു. അപ്പോൾ അവരെ അറ്റാക്ക് ചെയ്യാൻ അന്നൊന്നും സാധിക്കില്ലായിരുന്നു. പക്ഷേ പ്രത്യേക സമയത്ത്, അതായത് ദീപാവലി ആ സമയത്തൊക്കെ ഇവർ ആയുധം ഇല്ലാതെ ഈ കുളത്തിൽ വന്ന് പൂജയൊക്കെ ചെയ്യുമായിരുന്നു എന്ന്. അപ്പോൾ അന്ന് ഒരു ദിവസം ഈ ദീപാവലി സമയത്ത് അവരെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ആംബർ എന്ന് പറയുന്ന ആ സ്ഥലം മൊത്തം ഇങ്ങനെ രജപുത്രർ കൈപ്പിടിയിൽ ഒതുക്കി എന്നാണ് പറയണത്. അപ്പം അന്ന് മുതൽ ഇതിനെ പന്ന മീന എന്നാണ് അറിയപ്പെടുന്നതെന്നാണ് ഒരു സ്റ്റോറി ഉണ്ട് എന്നാണ് നമ്മുടെ ഗൈഡ് നമുക്ക് പറഞ്ഞു തന്നത്. എന്താണെങ്കിലും അതിമനോഹരമാണ് കാണാൻ. വളരെ ബ്യൂട്ടിഫുള്ളാണ് ഓരോ സ്റ്റെപ്സും. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്തു കേട്ടോ.